അരുവാപ്പുലത്ത് കൃഷിക്കൂട്ടമൊരുക്കിയ കഫേ കേരളത്തിൽ തന്നെ ആദ്യ ഗ്രാമീണ ഭക്ഷണശാല ആയിരിക്കുകയാണ്. കൃഷിഭവന്റെ കീഴിൽ രൂപീകൃതമായ 39 കൃഷിക്കൂട്ടങ്ങളിൽ നിന്നും മൂല്യവർദ്ധനവും വിപണനത്തിനുമായി രൂപീകൃതമായ 9 പേരുള്ള APLM കൃഷിക്കൂട്ടമാണ് ആത്മ ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു കിട്ടിയ വെഞ്ചൂർ ക്യാപിറ്റൽ ഫണ്ട് 50,000 രൂപ ഉപയോഗിച്ച് വിപണിയുടെയും കഫേയുടെയും പ്രവർത്തനം ആരംഭിച്ചത്. നമ്മൾ മറന്നുപോയ പഴയ നാടൻ രുചികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കുത്തിരിക്കഞ്ഞി, ചക്കപ്പുഴുക്ക്, കൂട്ടുപുഴുക്ക്, ഹണിക്കോള, വിവിധ തരം ചമ്മന്തികൾ, തെരളിയപ്പം, ഇലയടകൾ, ചുക്കുകാപ്പി, ലെമൺ ചായ, പുതിന ചായ തുടങ്ങി നാടൻ രുചികളാണ് തുടക്കത്തിൽ തന്നെ ഇവിടെ ലഭ്യമാക്കുന്നത്. കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങളുടെ അടുക്കളയിൽ തന്നെയാണ് ഇത് പാകം ചെയ്യുന്നത്. അംഗങ്ങൾ FSSI രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കർഷകർ ഒരു കഫേ ആരംഭിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ കഫേയുടെയും വിപണിയുടെയും പ്രവർത്തനം നടക്കുന്നതെന്ന് കൃഷി ഓഫീസർ നസീറ ബീഗം പറഞ്ഞു. അരുവാപ്പുലം കൃഷിഭവന്റെ കീഴിൽ 39 കൃഷിക്കൂട്ടങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ 2022-23 വർഷം ഫാം പ്ലാൻ എന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 39 കൃഷിക്കൂട്ടങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മൂല്യവർദ്ധനവിനും വിപണനത്തിനുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ APLM കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞ 9 പേരടങ്ങുന്ന ഈ കൃഷിക്കൂട്ടമാണ് നമ്മുടെ ഈ ഒരു മൂല്യവർദ്ധനവും വിപണനവും എന്ന ഈ ഒരു കർഷക കഫേയും ഈ വിപണിയുടെയും നടത്തിപ്പുകാർ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഈ ഐഡിയ വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമുക്കൊരു പ്രൊക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ പലപ്പോഴും പകുതിയും വിറ്റ് പോകാതെ വേസ്റ്റായി പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ആ അവസ്ഥയിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഡയറക്റ്റ് മൂല്യവർദ്ധനവും, ഇപ്പോൾ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിപ്പൊടിയോ ഒക്കെ ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വരുമാന ഒരു സെയിലിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഇതുപോലെ നാടൻ ഭക്ഷണങ്ങൾ വളരെ വൃത്തിയായിട്ടും ഡയറക്റ്റ് ഈ ഇവർ തന്നെ അംഗങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നൽകുകയാണെങ്കിൽ ഈ എല്ലാ ഉൽപ്പന്നങ്ങളും ഏത്തയ്ക്ക ആണെങ്കിലും മറ്റ് വാഴപ്പഴം എല്ലാം തന്നെ മൂല്യവർദ്ധനവാക്കി മാറ്റി നാടൻ ഭക്ഷണങ്ങൾ ആളുകളിലേക്ക് എത്തുകയും അതിലൂടെ കർഷകർക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വിപണിയും ഇതോടൊപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുകയും അത് മൂല്യവർദ്ധനവ് നടത്തുകയും ചെയ്യാൻ പറ്റും. കൃഷി ഓഫീസറുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച കഫേയോടൊപ്പം കർഷകർ നട്ടുപരിപാലിച്ച് വിളവെടുത്ത ഉൽപ്പന്നങ്ങളായ ചേന, ചേമ്പ്,
കാച്ചിൽ, വെണ്ടയ്ക്ക, വഴുതനങ്ങ, മത്തങ്ങ തുടങ്ങിയവയുടെ വിപണനവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് നന്ദ്യാട്ട് വീട്ടിൽ ജോസഫ് പറഞ്ഞു. കൃഷിക്കൂട്ടം വിപണിയും കഫയും കൂടെ പ്രാവർത്തികമാക്കണമെന്നുള്ളത്, അതിൽ പുള്ളിക്കാരുടെ താല്പര്യപ്രകാരം ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിലുള്ള അംഗങ്ങളുമെല്ലാം കൂടെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 50,000 രൂപയും ബാക്കി പൈസ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ചിലവാക്കി ഈ സംരംഭം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാദിഷ്ടവും വ്യത്യസ്തവും രുചികരവും വൃത്തിയുമുള്ളതുമായ ഭക്ഷണങ്ങൾ നൽകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിനോദിനി പറഞ്ഞു. ഞങ്ങൾ രാവിലെ കൂടുതലായിട്ട് വിറ്റ് പോകുന്നത് ഇതാ കുമ്പളപ്പം, വയണയിലപ്പം, പിന്നെ ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കൂട്ടുപുഴുക്ക് എന്ന് പറഞ്ഞാൽ ചേന, കാച്ചില, ചേമ്പ്, ചീനി, അതിനുള്ള സമ്മന്തി, കാന്താരി സമ്മന്തി, തൈര് ഒഴിച്ചത്, മുളക് സമ്മന്തി, അച്ചാറ്, ഉണക്കമീൻ വറുത്തത്. പിന്നെ കഞ്ഞിയുണ്ട്. കഞ്ഞിക്ക് മറ്റെന്തെങ്കിലും, ഇന്ന് ചക്കയും കഞ്ഞിയും. പിന്നെ ചില്ലി ചെയ്യുന്നുണ്ട് അരുവാപ്പുരം കൃഷിഭവൻ്റെ ഇതിൽ. അവിടുന്ന് ആ മുളക് തന്നെയാണ്. ഇവിടെ പൊടിയും കൊടുക്കുന്നുണ്ട്, അത് പൊടിച്ച മുളക് പൊടിയും കൊടുക്കുന്നുണ്ട്. ആ മുളകിൻ്റെ തന്നെ സമ്മന്തിയാണ്. പച്ചമുളകല്ല, അതിൻ്റെ പച്ചമുളക് കൊണ്ടിട്ടേക്കുന്നത് ഞങ്ങൾ. 9 പേര്. 9 പേരുള്ളൊരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ തുടങ്ങിയേക്കുന്നേ. ഇതെല്ലാവരും ഇപ്പോൾ 2 പേരാണ് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അരുവാപ്പുലം പഞ്ചായത്തിന് പുറത്തുനിന്നും ആളുകൾ എത്തുന്നതിനാൽ ഈ കഫയിൽ തിരക്കേറുകയാണ്. മണ്ണിൽ പുത്തൻ വീട്ടിൽ PV രാജൻ, സാംകുട്ടി, ലിജി വർഗീസ്, ശ്രീലത, സതി, പ്രിയങ്ക, അമ്പിളി പ്രസാദ് എന്നിവരാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്.